അസ്സലാമലൈക്കും മക്കളെ, എന്താണ് വിശേഷങ്ങൾ? പഠനമൊക്കെ ഉണ്ടല്ലോ അല്ലേ? എക്സാമാണ് അടുത്ത് വരുന്നത്. നന്നായിട്ട് എഴുതുകയും പഠിക്കുകയും ചെയ്യുക. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം പാഠം 9, നമ്മുടെ നബി. ആരാ നമ്മുടെ നബി? ആരാ മക്കൾ പറഞ്ഞേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ നബിയാണ് അല്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തൊക്കെ അറിയാം? വാപ്പ ആരാണ്? അബ്ദുള്ള, ഉമ്മ ആമിന ബീവി. ചെറുപ്പം തന്നെ ഉമ്മ മരിച്ചു അല്ലേ? ഗർഭസ്ഥ ശിശു ആയിരിക്കെ തന്നെ തൻ്റെ പിതാവും മരണപ്പെട്ടു. അദ്ദേഹം യത്തീമായിട്ടാണ് വളർന്നത്. ഈ ലോകം ഇരുട്ടിലായിക്കൊണ്ടിരുന്നപ്പം അതിൽ നിന്നും, ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച മഹാരത്നമാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുറച്ച് വാചകങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണേ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. കേട്ടിട്ടില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ചുറ്റുപാടിൽ ഒരാൾ വിശന്നിരിക്കാൻ പാടില്ല അല്ലേ? ദരിദ്രരായ ആരെങ്കിലും നമ്മുടെ നാട്ടിലോ നമ്മുടെ അയൽവാസിയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പരിഗണിക്കണം. ഫലവൃക്ഷങ്ങളുടെ ചുവടുകളും പൊതുവഴികളും ജലസ്രോതസ്സുകളും മലിനമാക്കരുത്. മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും വേണം അല്ലേ? മുതിർന്നവരെന്ത് ചെയ്യണം? ബഹുമാനിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം. അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുടെ താഴെ അല്ലേ, മാവിൻ്റെയും അതുപോലെ തന്നെ ചക്കയുടെയൊക്കെ മരത്തിൻ്റെ താഴെ, തേങ്ങയുടെയൊക്കെ മരത്തിൻ്റെ താഴെ എന്ത് ചെയ്യാൻ പാടില്ല? മൂത്രം ഒഴിക്കാൻ പാടില്ല അല്ലേ? മലിനമാക്കരുത്. അതുപോലെ തന്നെ വെള്ളങ്ങൾ, ജലസ്രോതസ്സുകൾ, കുളം, കിണർ അല്ലേ, അതൊന്നും മലിനമാക്കരുത്. ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാക്കളുടെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ആരുടെ തൃപ്തിയാണ്? മാതാപിതാക്കളുടെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപമാണ് അല്ലേ? ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയവും കൂടിയാണത്. എന്താണ്? നമ്മൾ മാതാപിതാക്കൾ പ്രായമായവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വേഗം എവിടെ കൊണ്ടാക്കുക? അവരെ നോക്കാനൊന്നും വയ്യേ, നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന തിരക്കിലല്ലേ അല്ലേ? അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റണില്ല, പ്രായമായ ആളുകളുള്ളുമ്പോൾ. അപ്പോൾ ഇവരെ എവിടെയാണ് കൊണ്ടാക്കേണ്ടത്? വൃദ്ധസദനത്തിൽ അല്ലേ? വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് പഠിപ്പിച്ചത്? അവരെ സംരക്ഷിക്കണം. മാത്രമല്ല അവരുടെ തൃപ്തിയാണ്. ആരുടെ തൃപ്തി എന്നാ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ തൃപ്തി അല്ലേ? അള്ളാഹുവിൻ്റെ തൃപ്തി ഇല്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറും? നമ്മൾ ഇത്രയും ജീവിച്ചതൊക്കെ അല്ലേ, എന്താണ്, ഫലമില്ലാതായിട്ട് മാറുകയാണ്. എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ ലോകത്തിന് കാഴ്ചവെച്ചിരുന്നത്? എന്താണ്? നന്മകൾ മാത്രം അല്ലേ? തിന്മയിൽ നിന്നും നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഞാനപ്പോൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്, മക്കളത് ശ്രദ്ധിക്കണേ. നാം എല്ലാം പ്രാണികൾ, നമുക്ക് രക്ഷയുടെ മാർഗം പറഞ്ഞു തന്നത് ആര്? പുസ്തകം ഉണ്ടല്ലോ അല്ലേ? മക്കളുടെ കൈകളിലൊക്കെ പുസ്തകങ്ങളുണ്ടല്ലോ, അതിലേക്ക് നോക്കുക. നല്ല തണുപ്പുള്ളൊരു രാത്രിയിൽ തണുപ്പകറ്റാൻ ഒരാൾ തീ കത്തിച്ചു. വെളിച്ചം കണ്ട് പല ദിക്കിൽ നിന്നും ധാരാളം ചെറുപ്രാണികൾ വന്നു. തീയിനെ വട്ടം ചുറ്റി. ചിലവ എന്ത് ചെയ്തു? തീയിൽ വീണു, ചിറകരിഞ്ഞ് നശിച്ചു കൊണ്ടിരുന്നു. ഇത് കണ്ട ഒരാൾ ഓരോ പ്രാണിയെയും രക്ഷപ്പെടുത്താൻ തുടങ്ങി. പലതിനെയും രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തങ്ങളെ രക്ഷപ്പെടുത്തിയ ആ മനുഷ്യനെ പ്രാണികൾ സ്നേഹിക്കാതിരിക്കുമോ അല്ലേ? അത് പറഞ്ഞാൽ വലിയൊരു, നമ്മൾ കണ്ടിട്ടില്ലേ, വൈകുന്നേരങ്ങളായാൽ, മഴ പെയ്ത ദിവസമാണെങ്കിൽ വൈകുന്നേരങ്ങളിലായാൽ എന്ത് ചെയ്യും? പ്രാണികൾ വരും അല്ലേ? നമ്മളെന്ത് ചെയ്യുക? അപ്പോൾ ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തിൽ വെള്ളവും ആക്കിയിട്ട് ആ പാത്രത്തിൻ്റെ നടുവിലേക്ക് വിളക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പ്രാണികൾ വന്നിട്ട് എവിടെയാണ് വീഴുക? വിളക്കിൽ വന്നിരിക്കുക. അതിൻ്റെ വെട്ടം കണ്ടിട്ടാണ് വരുന്നത്, അതിൻ്റെ വെളിച്ചം കണ്ടിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ അത് എവിടെ വീഴും? ഈ വെള്ളത്തിൽ വീഴും. വീണിട്ട് എന്ത് ചെയ്യും? നശിച്ചു പോകും. വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് ഒരാൾ എന്ത് ചെയ്യുകയാണ്? അല്ലെങ്കിൽ ഈ തീയിലേക്ക് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുകയാണ്? അതിനെ
രക്ഷപ്പെടുത്തുകയാണ്. നിങ്ങൾ കൊച്ചിക്കുഞ്ഞുങ്ങളെയോ അതല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട പൂച്ചയെയോ നായയെയോ അതുമല്ലെങ്കിൽ കോഴിയെയോ ഒക്കെ പരിചരിച്ചിട്ടുണ്ടോ? നോക്കണം. അങ്ങനെ അവയൊക്കെ നമ്മൾ ചുറ്റുപാടുകളെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവയെ രക്ഷപ്പെടുത്തണം. ആ രക്ഷപ്പെടുത്തിയാൽ അവയ്ക്ക് എന്ത് സ്നേഹമായിരിക്കും നമ്മളോട്, അല്ലേ? നായാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ വാലാട്ടും, പൂച്ചയാണെങ്കിൽ അതിൻ്റെ സ്നേഹപ്രകടനം വേറെ, പക്ഷികളാണെങ്കിൽ അതിൻ്റെ സ്നേഹപ്രകടനങ്ങളും വേറെയാണ്, അല്ലേ? എന്തുകൊണ്ടാണ് അപ്പോൾ അവയൊക്കെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ വാലാട്ടുന്നതും അതുപോലെ തന്നെ പ്രകടിപ്പിക്കുന്നതും? അവയെ അപകടത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? തിരിച്ചു കൊണ്ടുവരികയാണ്. അത് തന്നെയാണ് ആരിവിടെ ചെയ്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ രക്ഷപ്പെടുത്തിയ ആ മനുഷ്യന് പ്രാണികൾ സ്നേഹിക്കാതിരിക്കുവോ മക്കളെ? മനുഷ്യന്റെ അവസ്ഥയും ആ പ്രാണികളെ പോലെയായിരുന്നു. ശരിയായ വഴിയറിയാതെ നരകത്തീയിലേക്കായിരുന്നു അവൻ്റെ യാത്ര. ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് അതിഭയങ്കരമായ നാശത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. അതിനാൽ നമ്മുടെ ശരീരത്തേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, ധനത്തേക്കാൾ നാം സ്നേഹിക്കേണ്ടത് നബി തിരുമേനിയെയാണ്. നമുക്കിഷ്ടപ്പെട്ടതെന്തും നബി തിരുമേനിക്ക് വേണ്ടി ത്യജിക്കാൻ, ഉപേക്ഷിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നാം ശരിയായ വിശ്വാസികളാവുകയുള്ളൂ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഹമ്മദ് നബിയെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തേക്കാൾ. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? നമ്മുടെ ശരീരത്തെ. പിന്നീട് ആരെയാണ്? മാതാപിതാക്കളെ. പിന്നീടോ? ധനത്തെ. ഇവരെക്കാൾ കൂടുതലായി നാം സ്നേഹിക്കേണ്ടത് ആരെയാണ്? നബി തിരുമേനിയാണ്. വെറുതെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ? നബി തിരുമേനിയുടെ ചര്യയും സുന്നത്തും നമ്മൾ എന്ത് ചെയ്യണം? പിൻപറ്റി ജീവിക്കുക. അതാണ് നബിയോടുള്ള സ്നേഹം. അപ്പോഴാണ് നബിയോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റ വേദനകളും യാതനകളും നമുക്ക് വേണ്ടി സഹിച്ചു എന്ന് പറഞ്ഞു, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒരു വട്ടവും കൂടെ നമുക്കത് പറയാം. മക്കൾ കേൾക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴുത്തിൽ എന്ത് ചെയ്തു? കുടൽമാല, അല്ലേ? എന്താണ്? ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടിട്ടു. ദ്രോഹത്തിൻ്റെ ഒരു ഇത് നോക്കിയേ, അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓ വേണ്ട അതൊന്നും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ ദീനിൽ നിന്ന് തന്നെ നമ്മൾ ഏതിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറുക ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തോ? ഇല്ല. എന്നിട്ടും മക്കയിൽ നിൽക്കക്കള്ളിയില്ലാതെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോവാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവാണ്. ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? സന്തത സഹചാരിയായിരുന്ന, തൻ്റെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചിരുന്ന കൂട്ടുകാരനായ, തൻ്റെ ഭാര്യയുടെ വാപ്പയും കൂടിയായ, അല്ലേ? ഐഷ ബീവിയുടെ വാപ്പയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂടെയാണ് എങ്ങോട്ട് പോണത്? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ഈ മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മുഷിരിക്കുകൾ ഇട്ടിരുന്നൊരു പേരുണ്ട്. എന്താണ്? അൽ അമീൻ. എന്താണ് അൽ അമീൻ എന്ന് പറഞ്ഞാൽ? വിശ്വസ്തൻ, അല്ലേ? എന്നാലും അവരുടെ സമ്പത്തുകളും അമാനത്തുകളും സൂക്ഷിച്ചിരുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ, ഇത് ഇന്നാളുടെ കെട്ടാണ് കേട്ടോ, അത് ഇന്നാൾക്ക് തന്നെ കൊടുക്കണം, അല്ലേ? അത് വേറൊരാളുടെ കെട്ടാണ് കേട്ടോ, അതെന്ത് ചെയ്യണം? ആ അമാനത്ത് അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓ പിന്നെ അവരുടെ സ്വത്തല്ലേ, നമുക്ക് ഇതും കൊണ്ടുപോയി മദീനയിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ആരുടേതാണോ സ്വത്തുകൾ അവരെ തിരിച്ചേൽപ്പിക്കാൻ ഏൽപ്പിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെയും കൂടെ ഏൽപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പോണത്? ഹിജറ പോകുന്നത്. ഇതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? മക്കൾക്ക് അറിയാം, കുറേ കാര്യങ്ങളൊക്കെ അറിയാം, അല്ലേ? ഒരു സ്ത്രീ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴിയിൽ എന്ത് ചെയ്യും? മുള്ളുകൾ ഇങ്ങനെ വാരി വിതറിയിടും, അല്ലേ? ഒരു ദിവസം ആ സ്ത്രീയെ കാണാനില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്കി, എവിടെയാ സ്ത്രീ, എവിടെ? അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ സ്ത്രീ എന്താണ്? പനി പിടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീയെ കാണാൻ പോവുകയും ആ സ്ത്രീ ഇത്രയും നല്ലൊരു ആളെയാണോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്തു, അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മാധുര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റണം. അവിടെയാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയെ, സുന്നത്തുകളെ ഉൾക്കൊള്ളുന്ന ആളുകളായിട്ട് മാറുന്നത്. എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? ഹദീസ്, അല്ലേ? എന്താ ഹദീസ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ
പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, ഇവയ്ക്കാണ് ഹദീസ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, വാക്കുകൊണ്ട് അല്ലേ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത്. മൗനാനുവാദങ്ങൾ പറഞ്ഞാൽ ഇരുന്നാൽ എന്താണ്, അത് അനുവാദം നൽകിയ രീതിയാണ് അല്ലേ, മൗനാനുവാദം. ഇതാണ് ഹദീസ് എന്ന് പറയുന്നത്. എന്താ മക്കളെ ഹദീസ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും മൗനാനുവാദങ്ങൾക്കുമാണ് ഹദീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫാണ്. അത് നിങ്ങൾ പുസ്തകത്തിലേക്ക് നോക്കണേ, നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ്സും കൂടിയാണത്. നബി തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് മാതൃക കണ്ടെത്തിക്കൊണ്ടാണല്ലോ നാം ജീവിതത്തിലെ ഓരോ കാര്യവും ചെയ്യേണ്ടത്. താഴെ കാണുന്ന സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക? 1. സ്കൂളിലേക്കുള്ള യാത്രക്കിടയിൽ നിങ്ങളുടെ യൂണിഫോമിലേക്ക് കൂട്ടുകാരൻ ചെളി തെറിപ്പിച്ചു. നിങ്ങൾ എന്തു ചെയ്യും? ഉത്തരങ്ങൾ എഴുതുക. 2. പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ കൂട്ടുകാർ ക്ലാസ്സിലെ പല കാര്യങ്ങൾക്കായി പിരിച്ചെടുത്ത പണം നിങ്ങളുടെ കയ്യിലുണ്ട്. അക്കാര്യം അവരെല്ലാം മറന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ആ പണം കൊടുത്തില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുക? 3. നിങ്ങളെ എപ്പോഴും ഉപദ്രവിക്കാറുള്ള ഒരു കുട്ടിയോട് പകരം വീട്ടാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റി, സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കുന്ന ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങളെയും എന്നെയും നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.